ജാതി മതഭേദമന്യേ പല ജാതി മുസ്ലിങ്ങളായ ഭരണാധികാരികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്. ലോകത്ത് പലതരം ഭരണാധികാരികളുമുണ്ട്. ഈ ഖയ്യൂമിൻ്റെ പണിയാണല്ലോ അവർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അല്ലാഹുവാണ് ഖയ്യൂം എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും പ്രസക്തിയും എന്താണ്? മറുപടി ചിന്തിക്കുക. ഭരണാധികാരികൾ എപ്പോഴും നിഴലുകൾ മാത്രമാണ്. എപ്പോഴും ഭരണാധികാരികൾ അവർ നല്ലവരാണെങ്കിലും അവർ അക്രമികളാണെങ്കിലും അവർ നിഴലുകൾ മാത്രമാണ്. യഥാർത്ഥ സംവിധാനവും യഥാർത്ഥ ഭരണവും അള്ളാഹുവിൻ്റെതാണ്. ഇവർ നിഴലുകളാണ്. നിഴല് എന്നതിന് സ്വയം ഒരു കൈവാമില്ലല്ലോ. എങ്ങനെയാണോ വസ്തു അതിനനുസരിച്ചാണ് നിഴല്. ഭരണാധികാരി അത് നരേന്ദ്രമോദി ആയാലും വേണ്ടില്ല, ശ്രീമാൻ നരേന്ദ്രമോദി ആയാലും വേണ്ടില്ല, ശ്രീ പിണറായി വിജയൻ സാറായാലും വേണ്ടില്ല, ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയാലും വേണ്ടില്ല, സൗദിയിലെ ഭരണാധികാരി സൽമാൻ ഇബ്നു അബ്ദുൽ അസീസ് ആയാലും വേണ്ടില്ല. ഇവരെല്ലാം നിഴലുകൾ മാത്രമാണ്. യഥാർത്ഥ ഭരണാധികാരിയും യഥാർത്ഥ കൈകാര്യക്കാരനും ആരാണ്? അല്ലാഹു. അപ്പൊ അല്ലാഹുവിന്റെ കൈകാര്യം ഇവരിലൂടെ കാണുകയാണ്. അവർ ചെയ്യുന്ന അക്രമമാണെങ്കിലോ അതും അള്ളാഹിന്റെ ഒരു കൈകാര്യമാണ്. അവർ നല്ലവരാണെങ്കിൽ ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലവനാണ്, അത് ശരി. അതേസമയത്ത് അല്ലാഹു അക്രമിയല്ലല്ലോ, ഇവർ അക്രമിയാണല്ലോ. അല്ലാഹു അക്രമിയല്ല. പക്ഷേ ഇപ്പോൾ ഇവർ ചെയ്യുന്നത് അവന്റെ പ്രവർത്തനത്തിന്റെ നിഴൽ മാത്രമാണ്. അതിൻ്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടാം, പക്ഷേ ഈ പീരിയഡ് നിങ്ങൾ അനുഭവിക്കുക എന്നത് അവന്റെ തീരുമാനമാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു വർത്തമാനമാണ് ഈ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖിൽ ബറൂസവി തങ്ങൾ തൻ്റെ തഫ്സീർ റൂഹുൽ ബയാനിൽ പറയുന്ന മുൻകാല വേദഗ്രന്ഥങ്ങളിലെ ഒരു വാക്ക് ഒരു ഭാഗം ഞാൻ നിങ്ങൾക്കിവിടെ വഹിക്കാം. ചിന്തിക്കണം. ബഹുമാനപ്പെട്ടവർ പറയാണ്, പഴയകാല വേദഗ്രന്ഥങ്ങളിൽ അല്ലാഹു അമ്പിയാക്കൾക്ക് ഇറക്കിക്കൊടുത്ത, മറ്റുള്ള നബിമാർക്ക് ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. എന്താ കാണുന്നത്? യഖൂലുല്ലാഹ്, അല്ലാഹു പറയുന്നതായി. എന്താണ് അല്ലാഹു പറയുന്നത്? അനല്ലാഹു മലിക്കുൽ മുലൂക്ക്, ഞാൻ അല്ലാഹുവാണ്, ഞാൻ മലിക്കുൽ മുലൂക്കി, രാജാക്കന്മാരുടെ രാജാവായ അല്ലാഹുവാണ്. ഓഹോ. അപ്പൊ സംസ്ഥാന മുഖ്യമന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പരിധിക്കപ്പുറം ഒന്നുമില്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനം നടപ്പിലാക്കാൻ ചട്ടുകമാവുക എന്നത് മാത്രമാണ് സത്യത്തിൽ ആര്? മുഖ്യമന്ത്രിമാർ. ഒരു CA NRC പോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് സെൻട്രൽ സർക്കാർ തീരുമാനിച്ചാൽ എൻ്റെ സംസ്ഥാനത്ത് അത് നടപ്പിലാവൂല എന്ന് പണ്ടൊരു മുഖ്യമന്ത്രി പറഞ്ഞ് ചില ആളുകൾ ആനന്ദിച്ചിരുന്നു. അതൊക്കെ വെറും വിടുവായത്തം മാത്രമാണ്. അതൊക്കെ ജനങ്ങളെ പൊട്ടിസാക്കാനും വോട്ട് കളക്ട് ചെയ്യാനുള്ള കളികൾ എന്നതിനപ്പുറം അതിനൊന്നുമില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഒരു ഉദാഹരണം പറയാണ്. ഈ രാജാക്കന്മാരുടെയും രാജാവാണ് തീരുമാനിച്ചത്. മുഖ്യമന്ത്രിമാരെ രാജാക്കന്മാർ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഉദാഹരണം പറയാം. ഇതൊന്നും ഇതിന് ഉദാഹരണമല്ല. മലിക്കുൽ മുലൂക്ക് എന്നതിനൊരു ഉദാഹരണം കണ്ടെത്താൻ ഭൂമിയിൽ കഴിയില്ല. എന്നാലൊരു ഉദാഹരണം പറയാം. എന്താ ഉദാഹരണം? രാജാക്കന്മാർ എന്ന രൂപത്തിൽ നമ്മൾ മുഖ്യമന്ത്രിയെ സംവിധാനിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി ആരാ? രാജാക്കന്മാരുടെയും രാജാവ്. അദ്ദേഹത്തിന്റെ തീരുമാനം നടപ്പിലാക്കാനുള്ള ചട്ടുകം മാത്രമാണ് മുഖ്യമന്ത്രിമാർ. ഒന്നും അവർക്ക് തീരുമാനിക്കാൻ അതിനപ്പുറം കഴിയില്ല. അവർ കട്ടൻട്രിയായ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണ് നിയമം. രാജ്യത്തെവിടെയും ഇല്ലെങ്കിൽ ഒരു രാജ്യത്തിന് അവർ പുറത്തു പോകണം. ഇനി അത് പണി വേറെയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും. ഇന്ത്യൻ സമൂഹത്തിന്റെ നടുവിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരിധിയിൽ നിൽക്കുന്നവർക്ക് എന്തൊരു കാര്യവും ഏത് പ്രദേശത്തും ഏതൊരു പോയിന്റ് ഭൂമിയിൽ പോലും നിയമം തന്നെയാണ്. അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്. മലിക്കുൽ മുലൂക്കി, ഞാൻ രാജാക്കന്മാരുടെയും രാജാവാണ്. എല്ലാ ചക്രവർത്തിമാർക്കും ഞാൻ രാജാവാണ്. പിന്നെന്താ?
ഖുലൂബുൽ മുലൂക്കി വനവാസിഹിം ബിയദി. രാജാക്കന്മാരുടെ ഖുലൂബുൽ മുലൂക്കി, രാജാക്കന്മാരുടെ ഹൃദയങ്ങളും വനവാസിഹിം അവരുടെ മൂർത്താവുകളും ബിയദി എൻ്റെ കൈവശത്തിലാണ്. അപ്പോൾ രാജാക്കന്മാരുടെ തലച്ചോറും അള്ളാന്റെ കയ്യിലാണ്, അവരുടെ ഹൃദയവും അള്ളാഹുവിന്റെ ഖുലൂബുൽ മുലൂക്കി, രാജാക്കന്മാരുടെ ഹൃദയങ്ങളും വനവാസിഹിം അവരുടെ മൂർത്താവുകളും ബിയദി എൻ്റെ ഹസ്തത്തിലാണ്, എൻ്റെ കൈവശത്തിലാണ്. ഫഇന്നൽ ഇബാദ, നിങ്ങൾ നോക്ക്, ഫഇന്നൽ ഇബാദ അടിമകൾ, ദാസന്മാർ, സമൂഹം, അതാഉനി എനിക്ക് വഴിപ്പെടുകയാണെങ്കിൽ ജഅൽതുഹും ലഹും റഹ്മതൻ, ഞാൻ അവർക്ക് അനുഗ്രഹമാക്കി കൊടുക്കും. വഇന്നൽ ഇബാദ അസൗനി, ജനങ്ങൾ എനിക്കെതിരാണ് ചെയ്യുന്നത് എങ്കിലോ ജഅൽതുഹും അലൈഹിം ഉഖൂബ, ഈ ഭരണാധികാരികളെ അവർക്ക് മേൽ ശിക്ഷയുമാക്കി കൊടുക്കും. അപ്പോൾ കൈകാര്യക്കാരൻ ആര് തന്നെ? അല്ലാഹ്. ഒരു ഭരണാധികാരി നല്ലവനല്ലെങ്കിലും ചിലപ്പോൾ നന്മ ചെയ്യും. എന്തുകൊണ്ട്? നന്മ അല്ലാഹു ചെയ്യിപ്പിക്കും. നമ്മൾ ചിന്തിക്കും, ഈ ഭരണാധികാരി എന്റെ ഇങ്ങനെയായി. അതിന്റെ അങ്ങനെ എപ്പോഴും ഇസ്രായേലിനെ താങ്ങുന്ന അമേരിക്കയുടെ പ്രതിനിധികൾ ഈ കഴിഞ്ഞ UN ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിനെതിരെ സംസാരിച്ചു. ചിലർ വിചാരിച്ചു നാക്കിപ്പയായിരുന്നു, അല്ല, പിന്നെ അവരത് ആവർത്തിച്ചു. ഇസ്രായേൽ ഒരു ഭീകരരാഷ്ട്രമാണെന്ന് അമേരിക്കൻ പ്രതിനിധികൾ UN പറഞ്ഞു. എന്തുകൊണ്ട്? അത് അവരെ കൊണ്ട് പറയിപ്പിച്ചു. ആര്? അല്ലാഹു. ലോകത്തെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് UN ജനറൽ അസംബ്ലിയിൽ USA പ്രതിനിധിക്ക് നാക്കുപിഴ സംഭവിച്ചു എന്ന്. ഇല്ല, അത് പിന്നെ ട്രംപും ആവർത്തിച്ചു. അപ്പോൾ അത് അവരുടെ രാഷ്ട്രത്തിന്റെ നിലപാടായിരുന്നു. മനസ്സിലായില്ല? താൽക്കാലികമെങ്കിലും അതവർ നിലപാടാക്കി. എന്തുകൊണ്ട്? അവർ സത്യത്തിൽ ഇസ്രായേലി താല്പര്യത്തിൽ മാത്രമാണ് ഈ രാജ്യം നിലനിൽക്കുക. എന്നാൽ പോലും ഒരു വേള അവരുടെ നാവിലൂടെ അവർ ഫലസ്തീനികൾക്കും ഇറാനികൾക്കും അനുകൂലമായി പറയിപ്പിച്ചു. എന്തുകൊണ്ട്? ആരാണത് ചെയ്യുക? അല്ലാഹ്. ഇതിന്റെ കാരണം, അതിനൊരു കാരണമുണ്ടോ? അപ്പൊ നമുക്ക് ഒരു വലിയൊരു ഉത്തരത്തിൽ എത്തിച്ചേരും ഇത് കഴിഞ്ഞാൽ. പൊതുജനങ്ങൾ അതാഉനി, എനിക്ക് വഴിപ്പെടുകയാണെങ്കിൽ ജഅൽതുഹും ലഹും റഹ്മതൻ, ജഅൽതുഹും ഭരണാധികാരികളെ ഞാൻ ആക്കും, ലഹും ജനങ്ങൾക്ക് റഹ്മത്തൻ അനുഗ്രഹമാക്കും. അത് ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ ആ ജനങ്ങൾക്കെല്ലാം ആ ഭരണാധികാരികളെ കീഴിൽ സന്തോഷമായി ജീവിക്കാൻ കഴിയും. എന്തുകൊണ്ട്? അവർ വഴിപ്പെടുന്ന ജനതയായിരിക്കും. ഈ ജാതിമത വ്യത്യാസമില്ലാതെ വഴിപ്പെടുക എന്നതിന് എന്താ അർത്ഥം? എന്താണ് ഈ ജാതിമത വ്യത്യാസമില്ലാതെ വഴിപ്പെടൽ? ജനങ്ങൾക്കൊരു പൊതു നിയമമുണ്ട്. ആ പൊതു നിയമത്തിൽ നിന്ന് ജനങ്ങൾ പുറകോട്ട് പോകാൻ പാടില്ല. എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെന്നല്ല അതിന്റെ അർത്ഥം. ഒരു പൊതു നിയമമുണ്ട്. മറ്റുള്ളവരോട് സഹതാപം കാണിക്കുക, സ്നേഹം കാണിക്കുക, അനുഗ്രഹം ചെയ്യുക, കുഴങ്ങിയവനെ സഹായിക്കുക, ഭക്ഷണത്തിൽ മായം ചേർക്കാതിരിക്കുക, സാധുക്കളെ പരിഗണിക്കുക. ഇതൊരു ഇത്തായത്താണ്. ഈ ഇത്തായത്തിന് ജാതി മതമില്ല. ജനങ്ങളെല്ലാം എനിക്ക് വഴിപ്പെടുകയാണെങ്കിൽ എന്നർത്ഥം, അതിന്റെ അർത്ഥം ജനങ്ങളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ എന്നല്ല. ജനങ്ങളിൽ എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമാണ്. എന്നാൽ ഹിന്ദു ഭരണാധികാരികൾ നീതിമാന്മാരായ കാലഘട്ടം ചരിത്രത്തിൽ എമ്പാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? ജനങ്ങളെല്ലാം ഒരു പൊതു നന്മയിലായിരിക്കും. എന്താണ് ആ പൊതു നന്മ? പരസ്പരമുള്ള സഹകരണം, വർഗീയത വളരാതിരിക്കൽ, ആരെയും മനുഷ്യരായി പരിഗണിക്കൽ. ഇതില്ലാതെയായാൽ അതിന്റെ പ്രതിഫലനം നേരെ ആരിലാണ് കാണുക? പറയാ, ആരിൽ കാണും? ഭരണാധികാരിയിൽ. ഭരണാധികാരിയോ? ഭരണാധികാരിയുടെ മൂർത്താവ് സ്വയം നിൽക്കൂല. എന്റെ കയ്യിലാണ് ഭരണാധികാരിയുടെ മൂർത്താവ്. അപ്പൊ നിങ്ങള് ഭരണാധികാരിക്ക് എന്ത് ചെയ്യല്ല വേണ്ടത്? നിങ്ങൾ എനിക്ക് വഴിപ്പെടുക വേണ്ടത്.
നിങ്ങൾ ഭരണാധികാരിയെ പ്രശംസിച്ച് പാട്ടുണ്ടാക്കല്ല വേണ്ടത്. നിങ്ങൾ ഭരണാധികാരിക്ക് മുദ്രാവാക്യം വിളിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ എന്നോട് തോപ ചെയ്യണം, സാധുജനങ്ങളോട് സഹകരിക്കണം, ഭക്ഷണത്തിൽ മായം കേർത്താതിരിക്കണം, എല്ലാവർക്കും നന്മ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം, സ്ത്രീജനങ്ങളോട് കരുണ കാണിക്കണം. ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കളി. അതിലെല്ലാം ഭരണാധികാരി പ്രതിഫലിക്കും. ഭരണാധികാരി ശ്രീമാൻ നരേന്ദ്രമോദി ജീവിക്കുന്ന കാലം അത്രയും ഇന്ത്യൻ പ്രധാനമന്ത്രി അയാൾ തന്നെ ആയിക്കോട്ടെ, ഒരു ചുക്കും സംഭവിക്കാനില്ല. നമ്മളാരാണെങ്കിൽ നല്ല പൊതുമാന്യത നമ്മളിലുണ്ടെങ്കിൽ അള്ളാഹ് കുഴപ്പമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് പൊതുമാന്യത? ഇനിയിപ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് കൂടെ അടുത്തൊരു സർക്കാർ വരും, അതിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ കയറുന്നതാണ്. ആയിക്കോട്ടെ, എനിക്കൊരു വിരോധമല്ല. പക്ഷേ കോരന് കമ്മിഞ്ഞ് കുമ്പിൾ തന്നെ ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ചില മാറ്റങ്ങളുണ്ടാവും. സ്വപ്നം കണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട് നമ്മളെ കേരളത്തിൽ, അവർ കേന്ദ്രത്തിൽ മന്ത്രിയാവും, അത്രേ ഉണ്ടാവുള്ളൂ. ഓരോ കുട്ടികൾക്ക് എന്ത് പറയാ, ഞങ്ങളെ വാപ്പ കേന്ദ്രമന്ത്രിയാണെന്ന് പറയാ, അല്ലാതെ ഒരു ചുക്കും മാറ്റം ഉണ്ടാവില്ല. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാണ്? ഇത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ പ്രസംഗം എടുത്തിട്ട് നോക്കിക്കോ. ഇന്ന് നിങ്ങൾ BJPക്കെതിരെ ചെയ്യുന്നതിനേക്കാളും വലിയ സമരം അന്ന് നിങ്ങൾ അവർക്കെതിരെ ചെയ്യേണ്ടി വരും. പ്രശ്നം ഇവിടുന്നല്ല, പ്രശ്നം നമ്മൾ നല്ലവരാണോ ഇപ്പോഴേ പ്രശ്നം. അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. വളരെ ഇപ്പം എല്ലാവരും BJP അട്ടിമറിച്ചിട്ട് കോൺഗ്രസിനെ കയറ്റണം. ആയിക്കോട്ടെ, കയറ്റിക്കോളി. ഇനിയിപ്പം നിങ്ങളെ വയറുകൊണ്ട് BJP കയറിയില്ല, ഇപ്പം ഇറങ്ങിയില്ല എന്ന് വേണ്ട, എനിക്കൊരു വിരോധമല്ല. പക്ഷേ നാട് നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. നിങ്ങളെ കരുനാക്കൊണ്ടെന്നാണ് പറഞ്ഞിട്ടതോടുകൂടെ അതിൻ്റെ കഥ കഴിഞ്ഞ്. ആയിക്കോട്ടെ, എൻ്റെ കരുനാക്കാണ്, നന്നാകാൻ പോണില്ല. ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഭരണാധികാരിയുടെ മൂർത്താവും തലച്ചോറും എൻ്റെ കയ്യിലാണ്. നിങ്ങൾ പൊതുനന്മ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ നരേന്ദ്രമോദി ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവർ അനുഗ്രഹം പോരെ, അവർ ഡൊണാൾഡ് ട്രംപ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുഗ്രഹം പോരെ. എങ്ങനെയുണ്ട്? എന്തിനാ ഇവരെ കുറ്റം പറയുന്നത്? ഇനി അടുത്ത ആൾ വന്നാൽ ഓരോ അമേരിക്കൻ പ്രസിഡന്റുമാരെയും നമ്മൾ കുറ്റം പറയും. റീഗനായ കാലത്ത് റീഗനെ പറഞ്ഞ കുറ്റത്തിന് കൈ നടക്കില്ല. അപ്പൊ റീഗൻ ഇറങ്ങി, വേറെ ആള് അധികാരത്തിൽ വന്നപ്പോ നമ്മളെല്ലാം എന്ത് പറഞ്ഞു? ഏതായാലും ആ ചെയ്ത്താൻ പോയല്ലോ. പിന്നെ ഉണ്ടായത് പിന്നെ അത് കുറെ കാലം കഴിയുമ്പോ ബുഷ് വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ജയിത്താൻ ഇറങ്ങിയാലേ ഇങ്ങനെ നന്നോ. പിന്നെന്താ ഉണ്ടായത്? അമേരിക്കക്ക് ഏത് പ്രസിഡന്റ് മാറിയിട്ടും കാര്യമില്ല, ഇന്ത്യക്കും പോളിസി മാറണം. ഇന്ത്യയുടെ പോളിസി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. അതിനെയാണ് ഭയപ്പെടുന്നത്. ഭരണാധികാരിയെ ഭയപ്പെടുക വേണ്ട. എന്തുകൊണ്ട്? ഒരു പോളിസി പ്രാവർത്തികമാക്കുകയല്ലാത്ത ഒരു അധികാരവും ഭരണാധികാരിക്ക് ഇല്ല. എന്തെങ്കിലും അക്രമം ചെയ്താൽ കോടതി ഇടപെടും. കോടതിയും ഭരണാധികാരിയും ആ പോളിസിയുടെ താഴെയായിരിക്കും. പോളിസി മാറ്റിയാലേ കുടുങ്ങുള്ളൂ. ഇനി ഇവിടെ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നു, ആയിക്കോട്ടെ, അയാൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ അയാൾ കുട്ടികൾക്ക് പറയാ ഞങ്ങൾ ബാപ്പ പ്രധാനമന്ത്രിയാണ്, അല്ലാതെ ഇവിടെ ഒരു ചുക്ക് നടക്കാൻ പോണില്ല. നിലവിലുള്ള പ്രധാനമന്ത്രിയും വരാൻ പോണ പ്രധാനമന്ത്രിയും നമ്മളെ അറിവിൽ കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ മാറ്റം എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടികൾക്ക് പറയൽ മാത്രം, അല്ലാതെ ഒരു ചുക്ക് നടക്കാൻ പോണില്ല. അപ്പൊ നിങ്ങൾ പറയണ്ടല്ലോ പിണറായി വിജയൻ മാറിയാൽ നാട് നന്നാവും, ഒരു ചുക്ക് നടക്കാൻ പോണില്ല. പിണറായി വിജയന്റെ മക്കൾക്ക് പറയാം ഞങ്ങൾ വാപ്പ മുഖ്യമന്ത്രിയാണെന്ന്. ഇനി കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞാലി സാഹിബിന്റെ കുട്ടികൾക്ക് പറയാം ഞങ്ങൾ വാപ്പയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. അത്രയേ ഉള്ളൂ, പുറത്തു പറയണ്ട. എല്ലാം കൂടി പുറത്തറിയാൻ പറ്റില്ല.
ഞാൻ നിങ്ങളോട് മാത്രം പറഞ്ഞാണ്, അത്രയേ ഉള്ളൂ. ഒന്നും ഇവിടെ നടക്കാൻ പോണില്ല. നടക്കണമെങ്കിൽ ആര്യത്വമാരി വാങ്ങിക്കണം. അള്ളാഹു അവനാണ് ഖയ്യൂം. നിങ്ങൾ കുളത്തിൽ മുങ്ങിയിട്ട് നിങ്ങളെ ചേറ് മൂക്കിലാക്കാൻ നോക്കണ്ട, നിങ്ങൾ മരത്തുമൊക്കെ കയറാൻ നോക്കിക്കോളി. മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ നമുക്ക് മുദ്രാവാക്യം വിളിയാം, അത്രയേ ഉള്ളൂ. അതേ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളെ പോരൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. സിറ്റ് ഔട്ടിലും മുഖ്യമാണ്. ഇപ്പൊ BJP ആണ് മുദ്രാവാക്യം വിളിക്കുന്നത്. ഞങ്ങൾ പറയും പോലെയാണ് എല്ലാം കാര്യം. ഇനി കുറച്ച് ഞാൻ കോൺഗ്രസ് വിളിക്കും. നാട്ടുകാർ ഒരേ അവസ്ഥയിലായിരിക്കും. നാട്ടുകാർക്ക് ഒരു ചുക്കും മാറ്റം ഉണ്ടാവില്ല. ഇപ്പൊ 97 റുപ്യാണ് ഒരു ലിറ്റർ ഡീസലിനെങ്കിൽ കോൺഗ്രസ് വന്നാൽ അത് 107 റുപ്യാവും. കോൺഗ്രസ് മോശം? ഒന്നും മോശമല്ല, ഇതൊന്നും നന്നാവില്ല. ആര് തീരുമാനിക്കണം? നിങ്ങൾ പുറത്ത് പറയരുതട്ടാ, ഒന്നും വിചാരിക്കരുത്, ഇത് സത്യമാണ്. 50 പൈസ പെട്രോളിനായപ്പോൾ നമുക്കൊക്കെ ഈ അൽസിമേഴ്സ് രോഗം ഉണ്ടായതുകൊണ്ടാണ്. കോൺഗ്രസ് ഭരണകാലത്ത് പെട്രോളിന് 1 ലിറ്ററിന് 50 റുപ്യ. അപ്പോൾ BJPക്കാർ കാളവണ്ടിയിൽ സമരം നടത്തി. ഓർമ്മണ്ടത്? അത് ഓർമ്മയുള്ള ഏതെങ്കിലും അൽസിമേഴ്സ് ബാധിക്കാത്തവന് കൈപൊക്കാം. എത്ര ആളൊക്കെയെങ്കിലും അൽസിമേഴ്സ് ബാധിച്ചിട്ടില്ലല്ലോ, അൽഹംദുലില്ലാ. ഓർമ്മയില്ലേ സംഭവം? കോൺഗ്രസ് സമരം നടത്തി കാളവണ്ടിയിൽ. പെട്രോൾ ഇപ്പൊ എത്ര വില? 108 റുപ്യ. നമുക്ക് അൽസിമേഴ്സ് ആയതുകൊണ്ട് സമരത്തിനില്ല. നമുക്ക് ഇവിടെ എന്താ നടക്കണമെന്ന് അറിയില്ല, ഇന്നലെ എന്താ നടന്നോന്ന് അറിയില്ല, നാളെ എന്താന്ന് അറിയാം. നമുക്ക് മന്തി കിട്ടിയാൽ മതി. മന്തിയിൽ എന്തോ മറവിലുള്ള സാധനം ഇട്ടുകൊടുക്കാൻ വേണ്ടി സർക്കാർ പറഞ്ഞതുപോലെ ഉണ്ട്. നമ്മൾ മന്തി തിന്നതിനനുസരിച്ച് മറവിയോട് കൂടും. ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല. കോൺഗ്രസ് ഭരിച്ചപ്പോൾ 50, അപ്പോൾ കാളവണ്ടി സമരം. ഇപ്പൊ 108. 100 അൽഹംദുലില്ലാ, അത്രയും കൂടിയല്ലേ കൂടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. ഇപ്പൊ 108. ഇനി കോൺഗ്രസ് 118. ജനങ്ങൾക്ക് അങ്ങനെ പോവും, ജനങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവും. ജനങ്ങൾക്ക് എന്താ നടക്കാൻ അറിയില്ല. ഇവിടെ പ്രശ്നം ഇവരുടേതൊന്നുമല്ല. ആരുടേതാണ്? അല്ലാഹു. നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. അതൊക്കെ നേരെയാക്കി തരും. ഇവരൊക്കെ നിഴലുകൾ മാത്രമാണ്. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ മറ്റൊരുക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നേ ഉള്ളൂ. ഇവിടെ സ്വപ്ന സാമ്രാജ്യം ഉണ്ടാക്കാമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അതിന്റെ ആളുകൾക്ക് അതിന് ചില സുഖങ്ങളുണ്ടാവും. കോൺഗ്രസിനും ലീഗിനും മറ്റുമൊക്കെ ചില സുഖങ്ങൾ ഉണ്ടാവും. അവിടെ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ BJPക്ക് അതിന്റെ ആളുകൾ കുറച്ച് സുഖമുണ്ടാവും. ഈ സുഖങ്ങളിൽ മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇവിടെ ഇവർക്ക് വേലിയേറ്റം വേലിയിറക്കം പോലെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരേ അവസ്ഥയായിരിക്കും. ഇത് മാറ്റിത്തരേണ്ടത് ആരാണ്? അല്ലാഹ്.